നമസ്കാരം, എല്ലാവർക്കും തുത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 24 hours ചാലഞ്ച് ആണ്. ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ഇട്ടു. ഇതിനകത്ത് കുറച്ച് ടോപ്പിക്സ് പറയാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് പഠിക്കുക. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇത് തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ 24 മണിക്കൂറിന്റെ ചാലഞ്ച് ആണല്ലോ, നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. ഇന്ന് പറയുന്നത് പ്രീവിയസ് ചോദ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി നമ്മൾ ഇന്ന് 24 hours ചാലഞ്ചിനകത്ത് എടുക്കുമ്പോൾ പറയുന്ന ടോപ്പിക്സ് 24 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് അറ്റൻഡ് ചെയ്ത് നാളെ നോക്കുക. നാളെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, മാർക്ക് വിട്ടേക്കുക, നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ച് എഴുതാൻ സാധിക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. നമുക്കറിയാം ഏപ്രിൽ 10 ഇന്ന്. മെയ് 11 എക്സാം നടക്കാൻ പോകുന്നത്. നമുക്കൊരു 30 ദിവസത്തെ സമയമുണ്ട്. ആ 30 ദിവസം കൊണ്ട് പറ്റുന്നത്രയും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. LSDA ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി ഉടനെ ഒന്നും LSDAയുടെ എക്സാം വിളിക്കാൻ പോകുന്നില്ല. അത് മനസ്സിൽ കണ്ടിട്ട് വേണം പഠിക്കാനായിട്ട്. ദൈവം സഹായിച്ച് 1 മാസം കൂടെ നമുക്ക് നീട്ടിക്കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് SA ആയിക്കോട്ടെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിക്കോട്ടെ, എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നവർ കൃത്യമായിട്ട് ഈ ഒരു 30 ദിവസം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. നെഗറ്റീവ് ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. ഇനി 30 ദിവസം കൊണ്ട് പറ്റില്ല, അതല്ല എത്ര പേരെ എടുക്കാനാണ്, അങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിങ്ങളെ നെഗറ്റീവായിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റിവിറ്റി വളർത്തി തളർത്താനാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലേക്ക് മാത്രം, നിങ്ങളുടെ ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക, വെള്ളം ഒത്തിരി കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു 30 ദിവസം കൃത്യമായിട്ട് പോവുക. ഈ 24 hours ചാലഞ്ചിൽ ഞാൻ ഇന്ന് കേരള ഹിസ്റ്ററിയിലെ കുറച്ച് ടോപ്പിക്സ് പറയും. ആ ടോപ്പിക്സ് കൃത്യമായിട്ട് വേറെ ഒന്നിലോട്ടും പോകണ്ട. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇത് ഏക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇതിന്റെ ഇടയ്ക്ക് അപ്പുറത്തോട്ട് പോയി അവിടെ കുറെ പഠിച്ചു, ഇവിടെ കുറെ പഠിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ കാര്യത്തിൽ മാത്രം. ഫോർ എക്സാമ്പിൾ, അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ ആ യൂറോപ്യൻസിന്റെ അറൈവലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുക. അതിനകത്ത് എക്സ്പെർട്ട് ആവാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇതിനകത്ത് പോയി കുറച്ചു നേരം അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങും എത്താതെ പോകും. അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതുപോലെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നെഗറ്റീവ് കമന്റ്സ്, അതുപോലെ നെഗറ്റീവായിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര്, അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സ്, ഇതിനെയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ആഹാരത്തിന്റെ ലെവലൊക്കെ ഒന്ന് കുറയ്ക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം 30 ദിവസം കൃത്യമായിട്ട് പഠിക്കുക. അതിനുള്ള ഒരു ഹെൽപ്പ് മാത്രമാണിത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ സംഭാവന, അതുപോലെ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെയുള്ളവരുടെ കാര്യത്തിനകത്ത് നിങ്ങൾ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് മാർത്താണ്ഡവർമ്മ സ്ഥിരം ചോദ്യമാണ്. അതുപോലെ തന്നെ ധർമ്മരാജാവ് ചോദിക്കാറുണ്ട്, ഗൗരി ലക്ഷ്മി ഭായ് ചോദിക്കാറുണ്ട്, ഗൗരി പാർവതി ഭായ് ചോദിക്കാറുണ്ട്, അതുപോലെ ചിത്തിര തിരുനാള് 1971 തൊട്ട് 1991 വരെയുള്ള ചിത്തിര തിരുനാൾ ചോദിക്കാറുണ്ട്, സേതു ലക്ഷ്മി ഭായ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അറൈവൽ ഓഫ് യൂറോപ്യൻസ് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. അത് കൃത്യമായിട്ട് ഓരോ യൂറോപ്യന്മാരുടെ വരവിനെ പറ്റിയിട്ട് പോർച്ചുഗീസ് തൊട്ടിട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 24 hours ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് 24 hours ഉള്ളല്ലോ എന്ന് വെച്ചിട്ട് ഓടിച്ചിട്ടല്ല പഠിക്കേണ്ടത്. കൃത്യമായിട്ട് വായിച്ചു പോവുക. അതുപോലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ്, നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓരോ പോയിന്റ്സും വളരെ വിശദമായിട്ട് വായിക്കണം. എല്ലാത്തിനും കൂടെ സമയം തികയുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാം. നമ്മളെ കൊണ്ട് ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇടുക. അതിനുശേഷം യൂറോപ്യന്മാരുടെ സംഭാവനകളെ പറ്റിയിട്ട് ആ ടെക്സ്റ്റ് നോക്കാൻ നേരമില്ലാത്തവര് റാങ്ക് ഫയൽ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ മാർത്താണ്ഡവർമ്മ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വരിക. അതുപോലെ തന്നെ ധർമ്മരാജാവ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരിക. അതിനുശേഷം നിങ്ങൾ പാർവതി ഭായും ലക്ഷ്മി ഭായും പഠിക്കുക. സ്വാതി തിരുനാളിനെ ഒന്ന് തൊട്ടുവിട്ടേക്കുക. പിന്നെ സേതു ലക്ഷ്മി ഭായും ചിത്തിര തിരുനാളും ഒക്കെ ഒന്ന് വായിച്ചു വിടുക. അവരുടെ സംഭാവനകളെ പറ്റിയിട്ട് വായിച്ചു വിടുക. മാർത്താണ്ഡവർമ്മ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. അതിനുശേഷം നിങ്ങൾ സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റിനകത്ത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. അത് നോക്കിയിട്ട് വരിക. ഇത്രയും മാത്രമാണ് പറയുന്നത്. 24 hours ചാലഞ്ച് ആണ്. ഇത്രയും കൃത്യമായിട്ട് നോക്കാൻ ഞാൻ പറഞ്ഞു. താല്പര്യമില്ലാത്തവർ നോക്കണ്ട. പലതിലേക്ക് പോകുന്നവർക്ക് പ്രയോജനം കിട്ടില്ല. ഇത്രയും ടോപ്പിക്സ് 24 hours ചെയ്തിട്ട് വരിക. നാളെ ഒരു 10 മണിയാവുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു എക്സാം പോലെ നടത്തും. ആ എക്സാം എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. വീഡിയോ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ ഒരു പേപ്പറിനകത്ത് നമ്മൾ 1 word ചോദ്യങ്ങൾ ചോദിക്കുക. പെട്ടെന്ന് ആൻസർ എഴുതാനായിട്ട് ട്രൈ ചെയ്യാനൂടെ ശ്രമിക്കുക.
ആ രീതിയിൽ നമുക്ക് ഈ ഇത്രയും ടോപ്പിക്സ് തീർക്കാം. ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ടോപ്പിക്സിന്റെ എണ്ണം കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നെഗറ്റീവ് ആയിട്ട് പറയുന്ന ആൾക്കാരെ കുറച്ച് ദിവസത്തേക്കൊന്ന് അകറ്റി നിർത്തുക. നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്തുക. ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഗോള് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നോ ഒന്നും ആരോടും വെളിപ്പെടുത്താൻ നിൽക്കണ്ട തൽക്കാലം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.